പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ ചില ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. മഹദിയായ സയ്യിദത്തുനാ ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ, മഹദിയായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്ത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പ് അല്പം ഈത്തപ്പഴം കഴിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പ് ഭക്ഷണം കഴിക്കലാണ് അഫ്ളല്. ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയാണ്. ചെറിയ പെരുന്നാളിന്റെ അന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ്, പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇതിനർത്ഥം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കാൻ പറ്റൂല എന്നല്ല. അതേസമയം ബലി പെരുന്നാളിന്റെ സമയത്ത് പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാര ശേഷമാണ് ഭക്ഷണം കഴിക്കൽ ഏറ്റവും സുന്നത്തുള്ളത്. കാരണം ഉളുഹിയ്യത്തിന്റെ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്ന ആ വയറ്റിലേക്ക് ആദ്യം എത്തുന്നത് ഉളുഹിയ്യത്തിന്റെ മാംസമാവാൻ വേണ്ടിയാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ പെരുന്നാളിന്റെ അന്ന് ഒരു ഭക്ഷണം കഴിക്കാതെ പള്ളിക്ക് പോകാൻ പാടില്ല. അല്പം ഈത്തപ്പഴമെങ്കിലും കഴിച്ചിട്ടേ പള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നതെന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്.